കേസിന്റെ വിധിപ്പകർപ്പ് അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനും പോലീസിനും കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം ഈ ഉത്തരവിൽ പലയിടത്തുമുണ്ട്. പോലീസ് വീഴ്ചകൾ അക്കമിട്ട് പറയുകയാണ് വിധി പറഞ്ഞ ഈ വിചാരണ കോടതി. എവിടെയൊക്കെയാണ് പോലീസിന് പാളിച്ച പറ്റിയത്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നത്, അല്ലെങ്കിൽ വീഴ്ച വരുത്തിയത് എന്ന ഉത്തരവിൽ തന്നെ വ്യക്തമാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ രക്തസാമ്പിൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട തെളിവുകളൊന്നും ശേഖരിച്ചില്ല എന്നതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള വീഴ്ചയായി വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കുട്ടി തൂങ്ങി നിന്നിരുന്ന സ്ഥലത്തു നിന്നുള്ള രക്തം, മലം, മൂത്രം എന്നിവ സുപ്രധാന ഘടകങ്ങളാണെങ്കിലും അന്വേഷണ രേഖകളിൽ അത് ഇടം പിടിച്ചിട്ടേ ഇല്ല എന്നത് വളരെ ഗൗരവമുള്ള വീഴ്ചയായി വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയിട്ട് ഉത്തരവിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ കുഞ്ഞ് കൊല്ലപ്പെട്ടിട്ട് 2-ാം ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്തെത്തിയത്. അതുകൊണ്ട് പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ചയായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവം നടന്ന സ്ഥലം അടുത്ത ദിവസം ഉച്ചയ്ക്ക് മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പ്രാഥമിക തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇതുമൂലം വലിയ പരാജയം, വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരണ കോടതി ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചതിൽ അപാകതയുണ്ട്. അതിൽ തന്നെ വിരലടയാളം പോലും മുറിയിൽ നിന്ന് ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഈ കുഞ്ഞിനെ കെട്ടാൻ ഉപയോഗിച്ച വസ്തുവെടുത്ത അലമാര അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചിട്ടേ ഇല്ല എന്ന് കോടതി കുറ്റപ്പെടുത്തുന്നു. അലമാരയിൽ വസ്ത്രങ്ങളോ അവയിലെ വിരലടയാളമോ പരിശോധിച്ചിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണ്. ഈ വിരലടയാളം ശേഖരിക്കുന്നതിലും അത് വിലയിരുത്തുന്നതിലും ഉണ്ടായ വീഴ്ച ഈ ഉത്തരവിൻ്റെ പല ഭാഗങ്ങളിലും പല ഘട്ടങ്ങളിലും വിചാരണ കോടതി ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെയും പ്രോസിക്യൂഷനെയും വിചാരണ കോടതി പ്രതിക്കൂട്ടിൽ തന്നെ നിർത്തുന്നുണ്ട്. ഉത്തരവിൽ തെളിവുകൾ സീൽ ചെയ്ത് സൂക്ഷിച്ചില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച. അങ്ങനെ സീൽ ചെയ്ത് സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഈ തെളിവുകളിൽ കൃത്രിമം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കോടതി പറയുന്നു. അത് കൊലപാതകം നടന്ന മുറിയിലെ തെളിവുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ മറ്റൊരു ഗുരുതരമായ വിമർശനമായി വിചാരണ കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അത് ഈ സീൽ ചെയ്യാതിരുന്നത് കൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ തെളിവുകൾ നശിപ്പിക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ടാകുമായിരുന്നു. അതിനുള്ള അവസരം ഈ അന്വേഷണ സംഘം ഒരുക്കി മനഃപൂർവ്വം എന്ന് തന്നെ കോടതി നിരീക്ഷിക്കുന്നുണ്ട്. വിരലടയാള വിദഗ്ധർ എത്തിയിരുന്നില്ല. തെളിവ് ശേഖരണത്തിൽ അത് വലിയ അലംഭാവമായി കോടതി ചൂണ്ടിക്കാട്ടുന്നു. വിരലടയാളം ശേഖരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റേത് ഒരു ന്യായമാണ്. അത് പക്ഷേ ദുർബലമായ ന്യായമാണ്. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു എന്ന് തന്നെ വിചാരണ കോടതി ആ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തു നിന്നും അദൃശ്യമായ ചാൻസ് വിരലടയാളം എന്ന് വെച്ചാൽ മറ്റാരുടെയെങ്കിലും വിരലടയാളം കൂടി ലഭിക്കുമോ എന്നതിൽ ഒരു പരിശോധനയും നടത്തിയിരുന്നില്ല. അതിലൊരു വിദഗ്ധന്റെ സേവനം തേടിയില്ല. അത്തരം ഫിംഗർ പ്രിന്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സ്വയം നിഗമനത്തിലെത്തിയെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. 6ാമത്തെ ഗുരുതരമായ വീഴ്ചയായി വിചാരണ കോടതി കാട്ടുന്നത് സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യമാണ്. ആ സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യം എങ്ങനെ ഉണ്ടായി എന്നത് വിചാരണ ഘട്ടത്തിൽ വാദം നടക്കുമ്പോൾ കോടതി ചോദിച്ചപ്പോൾ അത് വിശദീകരിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ അത് വിശദീകരിക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന നടപടിയാണെന്ന് വിചാരണ കോടതി ജഡ്ജ് ഉത്തരവിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയിക്കുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, പ്രതികൃത്യത്തിന് ശേഷം ചാടിയ ജനാല അടച്ച നിലയിലാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നു. അത് അടുത്ത ദിവസം എത്തുമ്പോഴാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചത്. എന്നാൽ ജനാല ചെറുതായി തുറന്നിരുന്നുവെന്നാണ് സാക്ഷിമൊഴി. പക്ഷേ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുമായി പൊരുത്തപ്പെടുന്നില്ല. അത് വിശദീകരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഗുരുതരമായ വീഴ്ച വന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് പോലും കോടതിക്ക് തോന്നുന്നു എന്നതാണ് ആ പരാമർശങ്ങളിൽ നിന്ന് വിലയിരുത്തേണ്ടത്. കുറ്റം തെളിയിക്കുന്നതിൽ സമ്പൂർണ്ണമായ പരാജയമാണ് പ്രോസിക്യൂഷനും ഈ അന്വേഷണ സംഘത്തിനും ഉണ്ടായത് എന്ന് വിചാരണ കോടതി കണ്ടെത്തുന്നു. കൊലപാതകം നടന്ന മുറിയിലേക്ക് പ്രതി വന്നതും കൃത്യം നടത്തി മടങ്ങിയതും എങ്ങനെയെന്നതിൽ പോലീസിന് ഒരു വ്യക്തതയുമില്ല. അതിൽ മുൻവശത്തെ ജനലിലൂടെ പ്രതി മറ്റുള്ളവർ കാണാതെ ചാടാനുള്ള സാധ്യത അത് വളരെ വിരളമാണ്. പക്ഷേ പിൻവശത്തെ വാതിലിലൂടെ പ്രതിക്ക് രക്ഷപ്പെടുന്നതായിരിക്കും എളുപ്പം. അന്വേഷണ ഉദ്യോഗസ്ഥന് ആ സാധ്യത കണക്കിലെടുത്തിട്ടേ ഇല്ല. കോടതി ചോദിക്കുമ്പോഴും അത്തരം സാധ്യത പൂർണ്ണമായും നിരാകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 1 മുതൽ 8 വരെ
ഈ അന്വേഷണത്തിലെ വീഴ്ചകൾ, അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, പ്രോസിക്യൂഷന് മുന്നിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഈ 8 പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഈ ഉത്തരവിൽ വിചാരണ കോടതി എഴുതി വച്ചിട്ടുണ്ട്. ഈ കുറ്റപത്രവുമായാണ് ഇനി അപ്പീൽ നൽകണമെന്ന് ഇപ്പോൾ DGP പറയുന്നതെങ്കിൽ അതിൻ്റെ വിധി എന്തായിരിക്കുമെന്നത് ഈ ജഡ്ജ്മെൻറ്റ് വായിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാൻ കഴിയും. എന്താണ് പകരം ചെയ്യാൻ കഴിയുക? തുടരന്വേഷണത്തിൻ്റെ സാധ്യതയിലേക്കൊക്കെ പോകുമോ? ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമോ എന്നതൊക്കെയാണ് കേരളം അന്വേഷിക്കുന്നത്, കാത്തിരിക്കുന്നത്. അതിൽ മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പൊക്കെയാണ്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഇക്കാര്യത്തിൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പ്രതിയെ വെറുതെ വിട്ട ആ ജഡ്ജ്മെന്റ്, ആ വിധി വലിയ ഞെട്ടലോടെയാണ് നാട് കേട്ടത്. പ്രോസിക്യൂഷന് വലിയ വീഴ്ചയുണ്ടായി എന്ന വിമർശനത്തിന് സർക്കാർ ഒരു പക്ഷേ മറുപടി പറയേണ്ടി വരും. ആവശ്യമായ നിയമസഹായം കുടുംബത്തിന് നൽകുമെന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നത്. പോലീസ് ഒത്തുകളിച്ചു എന്നാണ് ഡീൻ കുര്യാക്കോസ് MPയുടെ ആരോപണം.